നമസ്കാരമുണ്ട് കൃഷ്ണ സർ. സർ, ഈ നമസ്കാരം. ലോകത്തിന് മുന്നിൽ ഭാരതത്തിന്റെ അഭിമാനമാണ് നമ്മുടെ മഹാത്മാഗാന്ധി. പക്ഷെ അദ്ദേഹം രാഷ്ട്രപിതാവായിരുന്നുവെങ്കിലും വീട്ടിലൊരു നല്ല അച്ഛനല്ലായിരുന്നു എന്ന് ചില ദോഷേകദൃക്കുകൾ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചില ആരോപണങ്ങളുണ്ട്. എന്നാണ് അതിന്റെ വാസ്തവം? മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. 1944 സിംഗപ്പൂരിൽ നിന്നുള്ള ഒരു റേഡിയോ പ്രഭാഷണത്തിൽ മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിക്കുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇദ്ദേഹം ഒരു പിതാവായി ഉള്ള കർത്തവ്യങ്ങൾ ചെയ്തില്ല എന്ന ആരോപണം ദോഷൈകദൃക്കുകളോ നിരീക്ഷണമായിട്ടോ വിമർശനമായിട്ടോ ഉയർന്നു കേൾക്കാറുണ്ട്. അത് പറയുന്നതിൽ തെറ്റില്ല. കാരണം ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി.ഡി. സതീശൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഗാന്ധി വിമർശനത്തിന് അതീതനല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ചില വസ്തുതാപരമായ കാര്യങ്ങൾ ഞാൻ പങ്കുവയ്ക്കാം. ഗാന്ധിജി ഒരു വലിയ വിദ്യാസമ്പന്നനായ ഒരു ദിവാന്റെ മകനായിരുന്നു. പോർബന്തറിലും രാജ്കോട്ടിലും ദിവാനായിരുന്ന കരംചന്ദ് ഗാന്ധിയുടെ മകനാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവായിട്ടും മഹാത്മാവെന്നും ബാപ്പു എന്നും ഒക്കെയുള്ള പല പേരിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ മക്കളിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും ഒരുപക്ഷെ ഈ മക്കൾ തന്നെ അദ്ദേഹത്തോട് പ്രതിഷേധിച്ച പല സന്ദർഭങ്ങളല്ല, പ്രതിഷേധിക്കുന്ന ചില കാരണങ്ങളുണ്ട്. അതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്നൊന്ന് പോവാം. അദ്ദേഹത്തിന്റെ 4 പുത്രന്മാരാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മൂത്ത മകന്റെ പേര് ഹരിലാൽ ഗാന്ധി എന്നായിരുന്നു. രണ്ടാമത്തെ ആള് മണിലാൽ ഗാന്ധി, പിന്നെ ദേവദാസ് ഗാന്ധി എന്ന് പറഞ്ഞ് നാല് ആൺമക്കളാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. രാംദാസ് ഗാന്ധി, ദേവദാസ് ഗാന്ധി. ഈ ഹരിലാൽ ഗാന്ധിയുടെ ജനനം 1888 ഞാൻ ഈ തീയതി കൃത്യമായി പറയാൻ കാരണം 1889 നെഹ്റു ജനിക്കുന്നത്. ഈ 88 ഗാന്ധിജിയുടെ മകൻ ജനിക്കുന്നു, 89 മോട്ടിലാൽ നെഹ്റുവിന്റെ മകൻ ജനിക്കുന്നു, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ഉന്നത വിദ്യാഭ്യാസം ലഭിക്കുന്നു. അദ്ദേഹം വിദേശത്തും മറ്റും പോയി ഉന്നത വിദ്യാഭ്യാസം നേടിയതിനു ശേഷമാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മോട്ടിലാൽ നെഹ്റുവിന്റെ പാട്രണേജിൽ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ അനുഗ്രഹത്തോടെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത്. എന്നാൽ ഗാന്ധിജി ഈ 4 മക്കളെയും ഔപചാരിക വിദ്യാഭ്യാസത്തിന് അയച്ചില്ല, സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചില്ല. ഇത് ഫാക്റ്റാണ്. അതിന് കാരണം അദ്ദേഹം പറഞ്ഞത് സാധാരണ ജനങ്ങളുമായിട്ട് ഇടപഴകി പ്രായോഗികമായ വിദ്യാഭ്യാസമാണ് നേടേണ്ടതെന്ന് പറഞ്ഞു. ഇതനുസരിച്ചാണ് ഈ കുട്ടികൾ വളർന്നു വന്നത്. അതിൽ മൂത്ത മകൻ ഹരിലാൽ ഗാന്ധി, അദ്ദേഹം ഗാന്ധിജി അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. ഒരുപക്ഷെ 1911 അതായത് 33 വയസ്സിനകം അദ്ദേഹം 6 തവണ സ്വാതന്ത്ര്യ സമരത്തിൽ അച്ഛനോടൊപ്പം പങ്കെടുത്ത് ജയിൽവാസം അനുഷ്ഠിച്ചു. അദ്ദേഹത്തിന് അന്ന് ചോട്ടാ ഗാന്ധി എന്നൊരു പേര് വീണു. അപ്പൊ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ ആകർഷനായി ജനപിന്തുണയും ഒക്കെ കണ്ട് അദ്ദേഹം പറഞ്ഞു, അച്ഛൻ എനിക്ക് കൂടുതൽ ഇതിൽ എഫക്റ്റീവായിട്ട് പങ്കെടുക്കാൻ അങ്ങേപോലെ എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഇതിനെ അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, വെസ്റ്റേൺ വിദ്യാഭ്യാസം പാടില്ല, ഇതാണ് കേൾക്കുന്നത്, വെസ്റ്റേൺ വിദ്യാഭ്യാസത്തിനോട് യോജിപ്പില്ല, ഇവിടെ തന്നെ ഇതിൽ പങ്കെടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന്റെ പത്നിയും ഗാന്ധിജിയുടെ പത്നിയും അല്ലെങ്കിൽ ഈ ഹരിലാലിന്റെ അമ്മയും മകനെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുന്നതിനോട് യോജിപ്പായിരുന്നു. ഗാന്ധിജി ഇതിനോട് സമ്മതിക്കാത്തത് കാരണം ഈ അച്ഛനും മകനും തമ്മിലുള്ള ആദ്യത്തെ അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുകയാണ്. ഇതിനോടകം ഹരിലാൽ ഗാന്ധി വിവാഹം കഴിച്ചിരുന്നു. അദ്ദേഹത്തിന് 4-5 മക്കളും ഉണ്ടായി. അദ്ദേഹത്തിന്റെ പത്നി വളരെ നേരത്തെ തന്നെ മരിച്ചു പോകുന്നു. അദ്ദേഹം പത്നിയുടെ ഇളയ സഹോദരിയെ വിവാഹം കഴിക്കാൻ ശ്രമിച്ചു. ആ വിവാഹം നടന്നില്ല. അപ്പം പഠിക്കാൻ പറ്റാത്തതിലുള്ള പ്രതിഷേധം, വ്യക്തിജീവിതത്തിലുണ്ടായ നഷ്ടം, അങ്ങനെ ഈ ഗാന്ധിജിയുടെ മകൻ ഒരു റിബലായി മാറുകയാണ്. ഇത് ചരിത്രമാണ്. അദ്ദേഹം ഒരു റിബലായി മാറി. ഗാന്ധിജിയുടെ ഉപദേശങ്ങൾക്കൊന്നും ഇദ്ദേഹം അസംഗതനാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒരു അമിത മദ്യപാനിയായിട്ട് മാറി. ഗാന്ധിജിയുടെ മകൻ ഇങ്ങനെ ഗാന്ധിയുടെ സ്ട്രീമിൽ നിന്നും ഗാന്ധിയുടെ ആശയങ്ങളിൽ നിന്നും പ്രവർത്തന രീതികളിൽ നിന്നും അകന്നു മാറി ഒരുപക്ഷെ വളരെ അപ്രതീക്ഷിതമായ ജീവിത രീതികളിലേക്ക് അദ്ദേഹം മാറി. ഗാന്ധിജി എഴുതിയ ഒരു കത്തിൽ സൂചിപ്പിക്കുന്നത് ഈ മകന്റെ മകളോട് അപമര്യാദയെ പെരുമാറിയതിനെ, മാനഭംഗപ്പെടുത്തിയതിനെ സൂചിപ്പിച്ച് ഗാന്ധിജി കത്തുകൾ മകൻ അയച്ചിട്ടുണ്ട്. അത് ചെയ്തുകൂടാ എന്ന് പറഞ്ഞു. പക്ഷെ മകന്റെ ജീവിതം ആ രീതിയിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച് അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിൽ ഈ മകൻ ഒരു അജ്ഞാതനെ പോലെ ഒരു ക്ഷയരോഗ ബാധിതനായി പങ്കെടുത്തു. പലരും ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. അതിനുശേഷം ഇദ്ദേഹം ബോംബെയിലെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾ നടക്കുന്ന കാമാത്തിപുര എന്ന് പറഞ്ഞ സ്ഥലത്ത് അബോധാവസ്ഥയിൽ ഇദ്ദേഹത്തെ കാണപ്പെടുകയും ഇദ്ദേഹത്തിന് ഒരു ക്ഷയരോഗ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അവിടെ വെച്ച് ഇദ്ദേഹം അജ്ഞാതനായി മരിക്കുകയാണ് ഉണ്ടായത്. ഇതാണ് ഗാന്ധിജിയുടെ പേരിൽ ഈ ദോഷകൃത്തുക്കൾ പറയുന്ന ഒരു വിമർശനം അല്ലെങ്കിൽ നിരീക്ഷണം അല്ലെങ്കിൽ ആരോപണം. ഇന്നും ഇദ്ദേഹത്തിന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റ് ബോംബെയിലെ വക്കോല എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിൽ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ ഹരിലാൽ ഗാന്ധിയുടെ ജീവിതം ഒരു സിനിമയായിട്ടുണ്ട്. അക്ഷയ് ഖന്ന ഹരിലാൽ ഗാന്ധിയായി അഭിനയിക്കുന്ന ഗാന്ധി മൈ ഫാദർ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി സിനിമ
ഇദ്ദേഹത്തിന്റെ ജീവിതത്തിനെ അധികരിച്ചു വന്നിട്ടുണ്ട്. ഈ ഹരിലാൽ ഗാന്ധിയുടെ ജീവിതത്തിന്റെ പ്രത്യേകത കാരണം ധാരാളം ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല പുസ്തകങ്ങളുണ്ട്. അതിനകത്തിലെ ഹരിലാൽ ഗാന്ധി വാട്ട് ലൈഫ് ഒരു പുസ്തകത്തിന്റെ പേരാണ്, ഇദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് എഴുതിയ. ഗാന്ധിസ് ലോസ്റ്റ് ജുവൽ, ഗാന്ധിയുടെ ഏറ്റവും വിലപ്പെട്ട പുത്രന്മാരിൽ ഒരാളായിരുന്നു. ഗാന്ധിസ് ലോസ്റ്റ് ജുവൽ എന്ന് പറഞ്ഞ മറ്റൊരു ബുക്കുണ്ട്. മഹാത്മാ വേഴ്സസ് ഗാന്ധി, മഹാത്മാവെന്നും ഗാന്ധിയെന്നുമുള്ള രണ്ട് റോളുകളെ താരതമ്യം ചെയ്തുകൊണ്ട് ഈ മകന്റെ ജീവിതം മറ്റൊരു പുസ്തകമായിട്ടുണ്ട്. വേറൊരു പുസ്തകം റിവ്യൂ ഹരിലാൽ ഗാന്ധീസ് ലൈഫ് എന്ന് പറഞ്ഞ് മറ്റൊരു പുസ്തകമുണ്ട്. അപ്പൊ ഗാന്ധിയുടെ ഈ പുത്രന്റെ ജീവിതം വലിയ ചർച്ചയ്ക്ക് വിഷയമായിട്ടുള്ളതാണ്. അദ്ദേഹം രാഷ്ട്രപിതാവാണ്, ആരാധ്യനാണ്, നമ്മൾ സ്വാതന്ത്ര്യം നേടുന്നതാണ്. പക്ഷേ ഒരു പിതാവെന്ന കർത്തവ്യം അദ്ദേഹം അനുഷ്ഠിക്കുന്നതിൽ ചില വീഴ്ചകൾ വന്നതായിട്ട് അദ്ദേഹത്തിന്റെ തന്നെ അടുത്ത സുഹൃത്തുക്കളെ, അദ്ദേഹത്തിന്റെ പത്നി, അദ്ദേഹത്തിന്റെ മക്കൾക്ക് ഒക്കെ ഒരു നിരീക്ഷണം ഉണ്ടായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായി ശരിയാണെന്ന് തോന്നുന്നു. സർ, ഈ ഗാന്ധിയുടെ ചെറുമകൻ തുഷാർ ഗാന്ധി കഴിഞ്ഞ ദിവസം കേരളത്തിൽ വന്നു. നെയ്യാറ്റിൻകരയിൽ വെച്ച് അദ്ദേഹത്തെ തടഞ്ഞു. പ്രധാനമായും RSS BJP പ്രവർത്തകർക്ക് നേരെയാണ് പ്രതിപക്ഷ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. വി ഡി സതീശൻ സാർ തുടക്കത്തിൽ പറഞ്ഞ വി ഡി സതീശൻ തന്നെ BJP കുറ്റപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ തുഷാർ ഗാന്ധി എന്ന് പറയുന്നത് ഗാന്ധിജിയുടെ രണ്ടാമത്തെ മകന്റെ ചെറുമകന്റെ മകനാണ്. അദ്ദേഹം ഒരു ആക്ടിവിസ്റ്റും ഒക്കെയാണ്. ഇദ്ദേഹം ഗാന്ധിയെ കുറിച്ച് പറഞ്ഞതിലാണെന്നൊന്ന് പ്രതിഷേധം. ഗാന്ധി വധവുമായിട്ട് അവരെപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണം ഉണ്ടല്ലോ, RSS ഗാന്ധി വധവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്ന ഒരു ആരോപണം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തോ ആണ് നടന്നിരിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള, ഈ തുഷാർ ഗാന്ധിയെ നമ്മൾ മലയാളികളൊന്ന് അറിഞ്ഞിരിക്കണം. ഈ തുഷാർ ഗാന്ധി ഗാന്ധിജിയുടെ ചെറുമകന്റെ മകനാണ്. ഇദ്ദേഹം ഏറെ വിവാദങ്ങളിൽ, ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങളിൽപ്പെട്ട ഒരു വ്യക്തിത്വമാണിത്. ഇദ്ദേഹം ഒരു ചെറിയ സിനിമാ നടനാണ്. കമലഹാസന്റെ ഹേറാം സിനിമയിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ കാര്യം. പക്ഷെ ഗാന്ധിജിയുടെ പേര് അമേരിക്കയിലുള്ള ഒരു ബാങ്കിങ് സ്ഥാപനത്തിന് ക്രെഡിറ്റ് കാർഡ് വിൽക്കാൻ വേണ്ടി ബ്രാൻഡ് അംബാസഡറായി ഇദ്ദേഹം നൽകുകയുണ്ടായി, വൻ പ്രതിഫലത്തിന്. അതായത് ക്രെഡിറ്റ് കാർഡിന്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് ഗാന്ധിജിയുടെ കോപ്പിറൈറ്റ് ഇദ്ദേഹത്തിനാണ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ആ കമ്പനിയുടെ ഒരു CMG എന്നാണ്, CMG ഡീൽ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഈ കമ്പനിക്ക് ഇദ്ദേഹം ഗാന്ധിജിയുടെ പേര് വിറ്റ് വൻ പ്രതിഫലം വാങ്ങാൻ ഒരു ഡീൽ ഉറപ്പിച്ചു. പക്ഷെ അതിനെതിരെ ലോകവ്യാപകമായ പ്രതിഷേധം വന്നപ്പോൾ അദ്ദേഹം ചില ന്യായങ്ങളൊക്കെ പറഞ്ഞതിൽ നിന്ന് പിൻവാങ്ങി. അങ്ങനെയാണെങ്കിൽ പോലും ഇദ്ദേഹം മറ്റൊരു കമ്പനിക്ക് ഗാന്ധിജിയുടെ പേര് നൽകി 72 ലക്ഷം രൂപ പ്രതിഫലം വാങ്ങിയിട്ടുണ്ട്. അത് വളരെ മോൺ ബ്ലാങ്ക് എന്ന് പറയുന്ന പേന ഉൽപ്പാദിപ്പിക്കുന്ന, നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കമ്പനിക്കാണ്. അപ്പൊ അത് 241 പേന ആ കമ്പനി 11 ലക്ഷം രൂപയ്ക്ക്, ഒരു പേനയ്ക്ക് 11 ലക്ഷം രൂപയ്ക്ക് വീതം അവർ വിറ്റു. 241 റെലവൻസ് അവർ പറഞ്ഞത് ഈ ദണ്ഡിയാത്ര നടത്തിയപ്പോൾ അത്രയും കിലോമീറ്റർ ഗാന്ധിജി നടന്നു എന്നൊക്കെ പറഞ്ഞാണ് ആ ട്രേഡ് നടന്നത്. അപ്പൊ അതിന് പ്രതിഫലമായിട്ട് ഇദ്ദേഹത്തിന് 72 ലക്ഷം രൂപയും ലഭിക്കുകയുണ്ടായി. അത് ഗാന്ധിജിയുടെ പേരിലൊക്കെ ഉള്ള, ഇവരെല്ലാവരും ഇപ്പോൾ എല്ലാവരും പ്രവർത്തിക്കുന്ന ട്രസ്റ്റ് ഫോം ചെയ്താണല്ലോ. അപ്പൊ ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഏതൊരു ട്രസ്റ്റിലേക്കാണ് കിട്ടിയതെന്നൊക്കെ പറഞ്ഞതിന് മറുപടിയും പറഞ്ഞു. ഇതാണ് തുഷാർ ഗാന്ധി. അപ്പോൾ അവർ തമ്മിൽ നടന്ന സംവാദം എന്തു ആയിക്കൊള്ളട്ടെ, വാഗ്വാദം എന്തു ആയിക്കൊള്ളട്ടെ, ഈ ഇവരുടെയൊക്കെ പ്രവർത്തന രീതി ഇതാണ് എന്ന് പ്രതിഷേധിക്കുന്നവരും അനുകൂലിക്കുന്നവരും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.